കുഴക്കട്ടെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട് ഗ്യാസ്. ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? സുഖം തന്നെയല്ലേ? എനിക്കും കുട്ടികൾക്കും ഇക്കാക്കും എല്ലാവർക്കും സുഖം തന്നെ. അതേപോലെ നിങ്ങൾക്കും വീട്ടുകാർക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ. അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇല്ലത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളത് ഇതിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ കുഴക്കട്ട ഉണ്ടാക്കുന്ന രാവിലെ. അപ്പോൾ ആ രാവിലെ കുഴക്കട്ട ഉണ്ടാക്കുന്നത് വറവ്. അപ്പോൾ എന്നോട് ഓരോരുത്തർ ചോദിച്ചു എങ്ങനെ ഈ കുഴക്കട്ട ഉണ്ടാക്കുന്നത് നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ലേ, ആ അരിയാണ് ഞാൻ രാത്രി പൊതിർത്തൽ കേട്ടോ. തിളച്ച വെള്ളത്തിലിട്ട് പൊതിർത്തല. പിന്നെ രാവിലെ ഞാൻ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. ആ അരച്ചതിന് ശേഷം ഞാൻ എന്താ ചെയ്യൽ, നമ്മളെ പച്ചരിപ്പൊടിയില്ലേ, പൊടിപ്പിച്ച പൊടി, അതും കൂടി കൂട്ടിയിട്ട് കുഴച്ചിട്ട് ചിലവർ അതിൽ തേങ്ങയും ഉള്ളിയൊക്കെ ചേർക്കും കേട്ടോ, ജീരകമൊക്കെ. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഞാനൊന്നും ചേർക്കാറില്ല കേട്ടോ കുഴക്കട്ടക്ക്. ഞാൻ അങ്ങനെ ഉരുട്ടി അങ്ങനെ ഇടും. പിന്നെ അതിന് ശേഷം വറവിടലാണ് കേട്ടോ. തേങ്ങയും ചെറിയുള്ളിയും പിന്നെ അതുപോലെ നമ്മളെ മുളക് പൊടി പിന്നെ ജീരകം കൂടി നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ട് കടുകിട്ടിട്ട് നമ്മൾ ഈ കോയക്കട്ട മുറിച്ച് വെച്ചിട്ടുണ്ടാവില്ല, അത് അതിക്കിടുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയറും കമൻറ്റ്, സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അപ്പം ഇന്ന് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് കേട്ടോ ഗൈസ്, ഞാൻ ഇന്നലെ രാത്രി പൊതിർത്തിയത് അരി നല്ലോണം പൊതിർന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചായ ആക്കിയതിന് ശേഷം അത് അരച്ച് കഴിഞ്ഞ് നമ്മൾ നല്ലോണം സെറ്റാക്കിയിട്ട് പൊടിയെല്ലാം ഇട്ട് മുറുക്കി ഇതാ ഉരുട്ടി ഇങ്ങനെ ഇടുന്ന കേട്ടോ. അപ്പം ഈ പാത്രത്തേക്ക് ഇനി ഇത് ഈ മൂടിച്ചെമ്പില്ലേ നമ്മളെ ഇഡ്ഡലിയൊക്കെ ചെന്ന് അതിലാണ് കേട്ടോ, അതിൻ്റെ തട്ടിലാണ് ഞാൻ ഉരുട്ടിയറിൽ അത് ആവിക്കങ്ങ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വെന്തോ നോക്കാൻ വേണ്ടിയിട്ടൊന്ന് തുറന്ന് നോക്കിയതാ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോഴൊന്നും റെഡി ആവില്ലല്ലോ. അപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. തൊടുമ്പോൾ കൈയും ഒട്ടുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മളത് എടുത്ത് കൊടുത്ത് നമ്മളത് ആ കട്ടിങ് ബോർഡ് അരിയാൻ നിൽക്കുകയാണ് കേട്ടോ. ഇതെല്ലാം സെറ്റാക്കിയിട്ടത് ഞാൻ പറഞ്ഞ 4 കഷ്ണം ഉണ്ടാക്കും. അതിന് ശേഷം നമ്മൾ വറവിട്ടതാണ് ഇട്ടത്. അടിപൊളിയിൽ സെറ്റല്ലേ, കാണുമ്പോൾ തന്നെ നല്ല സെറ്റാന്ന് മനസ്സിലാവും കേട്ടോ. എനിക്കെല്ലാം ഇഷ്ടമാണ് കേട്ടോ കുഴക്കട്ട. അപ്പോൾ അതിന് ശേഷം ഇതായിക്ക ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് പോകാൻ നിൽക്കുക. അപ്പോൾ പാത്ത് നിൽക്കാൻ്റെ കൂടെ വണ്ടിയിൽ കയറി കൂടി കേട്ടോ. അവൾ എന്തായാലും ഇറങ്ങിപ്പോരൂലേ. ഇക്ക വണ്ടി ചാട്ടാക്കി കുറച്ച് മുന്നിലേക്ക് നീങ്ങിയാലും അവൾ ഇറങ്ങും കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ ഇക്ക പോയതിന് ശേഷം ഇങ്ങോട്ട് അടുക്കളയിലെത്തി. ഞാൻ ചായ കുടിച്ച് ഫുള്ളാക്കിയിട്ടില്ല. അപ്പോൾ തന്നെ ഓർക്ക് ജ്യൂസ് അടിച്ചണം എന്നാണ്. ജ്യൂസ് അടിച്ചാൽ മുന്തിരി വേണ്ട, വത്തക്ക മതിയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ വത്തക്ക മുറിച്ച് നോക്കിയപ്പോഴാണ് ഞാൻ അറിയുന്നത് അതിൻ്റെ ഉള്ളിൽ യെല്ലോ കളറാണെന്ന് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എനിക്കൊക്കെ സന്തോഷം. നല്ല രസമാണ് കേട്ടോ. യെല്ലോ വത്തക്ക കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ രാവിലെ തന്നെ ഇരുന്ന് വത്തക്ക കഴിക്കുന്ന കേട്ടോ. അപ്പോൾ അവൾക്ക് ഇഷ്ടമായി വെച്ചപ്പോൾ ആന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഇച്ചിക്കുട്ടൻ പറഞ്ഞ് ജ്യൂസ് വേണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് ജ്യൂസ് അങ്ങ് അടിച്ചു കൊടുത്തിട്ടോ. അപ്പോൾ ശരിക്കൊരു മാങ്ങ ജ്യൂസ് കുടിച്ചിട്ടൊരു ഫീൽ തന്നെയാണ് കേട്ടത്. അടിപൊളി കട്ടിയിലടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ സ്ട്രോ ഉണ്ട് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ട്രോ ഇല്ല, ഉപ്പച്ചി കത്തിച്ച് കളഞ്ഞ്. ഇവിടെ സ്ട്രോ ഉണ്ടായിരുന്നു, ഉപ്പച്ചി കത്തിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ചോറൊക്കെ ഞാനിതാ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. ചോറ് നല്ലോണം വരുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇനി പാത്രമെല്ലാം കഴുകാൻ വേണ്ടി കൊട്ടത്തളത്തിൽ കൊണ്ടുപോയി വെച്ചതാണ് കേട്ടത്. ഇനി നമ്മളെ മീൻ നന്നാക്കാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികൾ ഇനിയുണ്ട് കേട്ടോ. പല്ലാണെങ്കിൽ നല്ല വേദനയുണ്ട് കേട്ടോ ഗേസ്. അതിനിപ്പോൾ ഇതാ കൈപ്പൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ നുറുക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പാടത്തേക്ക് നോക്കിയപ്പോൾ ഒരാളുണ്ട് ക്യാമറ അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. അപ്പോൾ ഇത് എന്തിനാണെന്നറിയോ, വന്നിട്ട് സ്ഥലം ഇളക്കാൻ വേണ്ടി വന്നേനും കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ വൈകുന്നേരം സ്നാക്സ് വേണമല്ലോ ചായ കുടിച്ചാൽ. മുട്ട പുഴുങ്ങിട്ട് വെച്ചപ്പോൾ വേണ്ട. അങ്ങനെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് അട. അപ്പോൾ എനിക്ക് അട അങ്ങ് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാർ അടയാണെങ്കിൽ മക്കൾക്ക് നല്ല ഇഷ്ടം കേട്ടോ. രണ്ടാൾക്കും തന്നെ അട ഇടുമ്പോൾ തന്നെ ഓരോരുത്തർ തേങ്ങ ചേർക്കരുത് നിന്നാൽ തുടങ്ങി. അതിനാണ് അട നല്ല ഇഷ്ടം തന്നെ. പിന്നെ അതുമല്ല കേട്ടോ, അട ചുട്ട് ഓല് പുറങ്ങാണെങ്കിൽ ഞാൻ ചുട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഓല് എണീറ്റ് കഴിഞ്ഞാൽ എത്ര അടയാണെങ്കിലും ഓല് ശരിയാക്കി തരും കേട്ടോ. കാരണം അട എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഫേവറേറ്റ് ശർക്കര തേങ്ങയല്ലേ, നല്ല ടേസ്റ്റുള്ള സാധനമല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ഒരു 4 എടുത്തുകൊണ്ട് ഓനിക്കും കൊടുത്തു, 2 എടുത്ത് ഓക്കും കൊടുത്തു കേട്ടോ. അതിന് ശേഷം പറയണമ്മ ഒന്നും കൂടെ വേണം. അങ്ങനെ കൊടുത്ത് ഉപ്പാക്കൊന്നും എടുത്ത് വെച്ചിന്, നല്ല 2 എടുത്ത് വെച്ചിന്, അതും എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ അന്നങ്ങ് ഈയം കഴിച്ചോട്ടെ. ഇങ്ങോട്ട് അറിയപ്പച്ച് പുറത്തുനിന്ന് കഴിച്ചോളൂ കേട്ടോ. എന്താ പിന്നെ കുട്ടികളെ കാര്യം. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഒരു കാര്യം അങ്ങ് സലാമത്തല്ലോ. വൈകുന്നേരത്തെ ചായക്കടി മറ്റേ മുട്ട പുഴുങ്ങട്ട് വെച്ചാൽ എനിക്ക് വേണ്ട, ഒരു കടിയും എനിക്ക് വേണ്ട, വെറും കട്ടൻ ചായ മതി എന്ന് പറയപ്പോൾ. ആദ്യമൊക്കെ അല്ലേ ബൂസ്റ്റ് ഹോർലിക്സൊക്കെ നല്ല കുടിയാണ്. എന്ത് മുറി ഉണങ്ങാൻ വേണ്ടി സുന്നത്ത് വെച്ചേ മുറി ഉണങ്ങാനാണ് പറഞ്ഞാലും ബൂസ്റ്റ് ഹോർലിക്സൊക്കെ നല്ല കുടിച്ചിന്. ഇപ്പോൾ മുറി ഉണങ്ങിയപ്പോൾ ഇനിയിപ്പോൾ ആ പേര് പറയില്ലല്ലേ നമ്മൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ മക്കളെ ഞാൻ എടുത്തിട്ട്. അപ്പോൾ കൂട്ടുകാരങ്ങൾ നമ്മൾ ഇന്നത്തെ കൊച്ചു
കുറച്ച് വീഡിയോ കണ്ടില്ലേ, നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ മറക്കല്ലേ കൂട്ടാക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം നമുക്ക് നാളെ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.